നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഇളവക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലേലി അപ്പൂപ്പൻകാവിന് സമീപമാണ്. വളരെ വിശാലമായ വലിയൊരു പാറയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് പിന്നിലായി ജഡായു ശില്പം, ലോകത്തിലെ തന്നെ അത്ഭുത പ്രതിഭാസമായ ജഡായു ശില്പവും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഈ കല്ലേലി അപ്പൂപ്പൻകാവ് എന്ന് പറയുന്നത്. വളരെ വലിയ കഥകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കല്ലേലി അപ്പൂപ്പൻകാവ് എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. അതിന്റെ വിശദമായ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കല്ലുമല എന്ന സ്ഥലമാണ്. കുന്നിൻ മുകളിലായി വിശാലമായ ഒരു പാറപ്പുറം. വിശ്വാസത്തിന്റെ കൊടുമുടികൾ താണ്ടി പാറപ്പുറത്ത് ഒരു അപ്പൂപ്പൻകാവ്. 50-ലേറെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ചെറിയ പ്രദേശത്ത് ജനങ്ങളുടെ വിശ്വാസവും ഭക്തിയും തുളുമ്പി നിൽക്കുന്ന കല്ലുമല അല്ലെങ്കിൽ കല്ലേലി അപ്പൂപ്പൻകാവ്. 50 വർഷത്തിലേറെയുള്ള ഒരു ചരിത്രമാണിവിടെ. 10-ാം ഉദയത്തിലാണ് ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം നടക്കുന്നത്. 10-ാം ഉദയത്തിന് മുന്നിലുള്ള ദിവസങ്ങളിലും 10-ാം ഉദയം കഴിഞ്ഞുള്ള ദിവസങ്ങളിലും 10 ദിവസങ്ങളിലായി വലിയ ആരാധനയോടുകൂടിയുള്ള ഉത്സവത്തിന് തുല്യമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. പൊങ്കാല മഹോത്സവവും വായനയും നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും കൈകട്ടിക്കളിയും കൊണ്ട് രാത്രിയെ പകലാക്കി ഇവിടെയുള്ളവർ മാറ്റും. കുന്നിൻ മുകളിലുള്ള പാറപ്പുറത്തേക്ക് ജനറേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ഇവിടുത്തെ ചെറുപ്പക്കാരും മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒത്തുകൂടും. നാനാജാതി മതസ്ഥരുടെ സംഭാവനകളും സഹായവും ഈ പാറമോളിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള ഒന്ന്. ആഘോഷ പരിപാടികൾ കഴിഞ്ഞാൽ എല്ലാ മാസവും വായനയും വിളക്കുമാണ് ഇവിടുത്തെ ആഘോഷം. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി 3-ൽ പരം ദുർമരണങ്ങൾ ഈ പാറമോളിൽ സംഭവിച്ചിരിക്കുന്നു. ആയതിനാൽ സമീപകാലത്ത് ആരാധനയും വിളക്ക് കത്തിക്കലും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് ഈ പാറയുടെ സംരക്ഷകനായി നിലകൊള്ളുന്ന രാഘവൻ പറയുന്നത്. ഇത്തരം ദുർമരണങ്ങൾ ഇവിടെ എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് ദൈവിക പ്രശ്നത്തിലൂടെ നോക്കി മനസ്സിലാക്കിയതിനു ശേഷം തുടർന്നുള്ള പൂജാതി കർമ്മങ്ങളിലേക്കും അമ്പലം പണിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പൂർത്തിയാക്കുമെന്നും ഇദ്ദേഹം പറയുന്നു. സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ വിശ്വാസമുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. കാടും മലയും ഒക്കെ സഞ്ചരിച്ച് കല്ലേലി ദേവാലയത്തിൽ കല്ലേലി മലയിൽ പോയി അപ്പൂപ്പന്റെ ആ ദേവാലയമൊക്കെ കണ്ട് എനിക്ക് വളരെ സംതൃപ്തി തോന്നിയിട്ടാണ് കല്ലുമലയിൽ ഒരു കല്ലേലി അപ്പൂപ്പൻ കാവ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ നല്ല യൗവന പ്രായത്തിൽ ഞാൻ അതിന് തയ്യാറായി. അന്ന് റിസർവ് വനമായിരുന്ന ഈ പാറ ഇരിക്കുന്ന സ്ഥലമല്ല. ഇവിടെ തുച്ഛമായ കുടുംബങ്ങളെ അന്നുണ്ടായിരുന്നുള്ളൂ. ഈ മലയിൽ ഞാൻ ജീവിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നിയതാണ് ഈ പാറയുടെ മുകളിൽ അതിന് സൗകര്യമാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ അതിനൊരു കളമൊക്കെ വരച്ച് ഞാൻ അവിടെ ഒരു കല്ല് മേടിച്ച് വച്ചിട്ട് എൻ്റെ ചങ്ങാതിമാരായ എൻ്റെ ചെറിയ പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടാ നമുക്ക് ഇവിടെ ഒരു കാവുണ്ടാവണം. അവർ തയ്യാറായി. അവരെയും കൂടെ കൂട്ടുപിടിച്ച് എൻ്റെ ബുദ്ധിയും ലക്ഷ്യം അനുസരിച്ച് അങ്ങനെ ഒരു കാവ് അവിടെ പാറയിലൊരു അമ്പലം അവിടെ സ്ഥാപിച്ചു. അമ്പലം എന്ന് പറയുമ്പോൾ ഒരു വിളക്ക് കല്ല് ഞാൻ തന്നെ കൊത്തി ഇച്ചിരി സിമെന്റൊക്കെ വെച്ച് ഉറപ്പിച്ച് അങ്ങനെയാണ് ആദ്യം അത് അവിടെ സ്ഥാപിതമാകുന്നത്. അതിനുശേഷം എല്ലാ വൃശ്ചിക മാസവും 41 ദിവസം അവിടെ നാമവും, തുടർന്ന് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും പൊങ്കാലയും, ഇങ്ങനെ വളരെ വളരെ മനുഷ്യർക്ക് ഭയങ്കര വിശ്വാസമായിട്ട് അങ്ങനെ ഈ ദേവാലയം കഴിഞ്ഞു പോരുക. സിദ്ധനർ സർവീസ് സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഈ കാവ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കല്ലുമല എന്ന ചെറിയ പ്രദേശവും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഐക്യവും കല്ലേലി അപ്പൂപ്പൻകാവ് എന്ന കല്ലുമല അപ്പൂപ്പൻകാവിനെ നാടറിയുന്ന ഒരു ഭക്തി കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു പയ്യൻ, ഇപ്പൊ 3 സംഭവങ്ങൾ അവിടെ നടന്നു. വേറെ സമുദായത്തിൽപ്പെട്ട ഒരു പയ്യൻ ആ ദേവാലയത്തിന്റെ വടക്ക് വശത്ത് ഒരു മരത്തിൽ തൂങ്ങി മരിച്ചു. ഈ അടുത്ത കാലത്ത് ഒരു വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരു കക്ഷി ഈ ദേവാലയത്തിൽ വന്നിട്ട് അവരാ പടിഞ്ഞാറേ ഭാഗത്തൂടെ ഇറങ്ങിപ്പോയി. അവിടെ ഇറങ്ങാവുന്ന വഴികളൊന്നും അല്ല. കക്ഷി കാല് വഴുതിയോ എങ്ങനെയോ താഴെ വളരെ 10-200 അടി താഴെ പോയി ഒരു പാറ ഇടിച്ച് വീണ് മരിച്ചിട്ട് 3-4 ദിവസം കഴിഞ്ഞ ആൾക്കാർ കാണുന്നത്. ഇപ്പോഴും ഏതാണ്ട് ഒരു 3 മാസത്തിന് മുമ്പ് ഈ പ്രദേശമായിട്ട് വളരെ അടുത്ത് കഴിയുന്ന, അമ്പലമായിട്ട് അടുത്ത് കഴിയുന്ന ഒരു പയ്യൻ, അതായത് ഇവിടുത്തെ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാബു
ബാബുവിന്റെ മകൻ അവരുടെ പയ്യനി അമ്പലത്തിനോട് ചേർന്ന് ഒരു പറങ്കാവിൽ പോയി മരിച്ചു. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ 41 ദിവസം ചിറപ്പും വിളക്കം ഇവിടെ പതിവാണ്. കാവുകളും കുളങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഈ പാറമുകളിലെ കാവിന് ചുറ്റുമായി സുരക്ഷാ വേലികൾ പ്രാദേശിക ഭരണകൂടം നിർമ്മിച്ചു നൽകിയത് കൗതുകകരമായ ഒരു കാഴ്ചയാണ്. പാറമുകളിൽ നിന്നും നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കാണാം ചടയമംഗലത്തിന്റെ ഒരു പ്രകൃതി മനോഹാരിത തന്നെ. തൊട്ടകലെയായി ലോകത്തിലെ തന്നെ അത്ഭുത പ്രതിഭാസമായ പക്ഷിശില്പവും നിലകൊള്ളുന്നു. പ്രാദേശിക ഭരണകൂടങ്ങളുടെയൊക്കെ സഹകരണവും സാന്നിധ്യവും ഉണ്ടെങ്കിൽ ഇത്തരം പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും കാവുകളും സംരക്ഷിക്കുക വഴി പുതുതലമുറയ്ക്ക് ഇത്തരം കാഴ്ചകൾ പുത്തൻ ഉണർവും മനസ്സിന് കുളിർമയേകുന്നതുമായ ഒന്നായി മാറും എന്നതിൽ സംശയമില്ല. പൃഥ്വിഷൻ ന്യൂസിന് വേണ്ടി രാജേഷ് ഹരിശ്രീ, ഇളമാട്. ഞങ്ങളിൽ പണ്ട് ആരെങ്കിലും വിളിച്ചിട്ട് പോലെ ഇരിക്കുക, രക്ഷയില്ല. ഞങ്ങൾ അപ്പൂപ്പനെ മനസ്സുകൊണ്ട് വിചാരിച്ച് ഒന്നിത്തിരി ഭസ്മോ എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ ആ രോഗിക്ക് അവിടുത്തെ ചികിത്സയും ഞങ്ങളുടെ ആ ഭസ്മമൊക്കെ കൂടി ആവുമ്പോൾ സന്തോഷമായിട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ആശുപത്രി സംബന്ധമായ വളരെ ഒത്തിരി കേസുകൾ. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിശ്വാസം. ഡോക്ടർ വരെ കരഞ്ഞു കളഞ്ഞ കേസുകൾ ഞങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും അപ്പൂപ്പനെ വിളിച്ച് പറയുമ്പോൾ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇവിടെ മുറുക്കാൻ വെക്കും, കരിക്ക് വെട്ടി വെക്കും, ചാരായം വാങ്ങിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കും, പച്ചവെള്ളം വെക്കും. പിന്നെ